അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഈ സയാനി ബുവ എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം വലിയ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇത് 2 വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ഒരെണ്ണം ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമുക്ക് സയാനി ബുവ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ് പർ കിസ്കി വ്യക്തിത്വ ഹാവി ഹോ ഗയി thi. അതായത് എല്ലാവരുടെയും മുകളിലായി അല്ലെങ്കിൽ എല്ലാവരെയും നോക്കുമ്പോൾ ആരുടെ വ്യക്തിത്വമാണ് അവിടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നത് ആരുടെ വ്യക്തിത്വമാണ്? അപ്പൊ അതിന്റെ ആൻസർ ആണ് സയാനി ബുവ की. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സയാനി ബുവ के घर पर सारा काम कैसे व्यवस्था के साथ होते थे. സയാനി ബുവയുടെ വീട്ടിൽ എല്ലാ ജോലികളും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യവസ്ഥയിൽ നടന്നു പോയിരുന്നത്? അപ്പോൾ അതിന്റെ ആൻസർ ആണ് സബ് ठीक 5 बजे उठ जाते थे. എല്ലാവരും കൃത്യം 5 മണിക്ക് എണീറ്റിരുന്നു. फिर एक घंटा बाहर मैदान में टहलते थे. അതിനുശേഷം 1 മണിക്കൂർ പുറത്ത് ഗ്രൗണ്ടിൽ നടക്കാൻ പോയിരുന്നു. उसके बाद चाय दूध होते थे. അതിനുശേഷം പാലോ ചായയോ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം उसके बाद अन्नू पढ़ने के लिए बैठती थी. അതിനുശേഷം അന്നു പഠിക്കാനിരിക്കുന്നു. भाई साहब अखबार और फाइल देखते करते थे. അതായത് അതേസമയം സയാനി ബുവയുടെ ഹസ്ബൻഡ് ആയിരുന്ന ഭായ് സാബ് ആ സമയത്ത് ന്യൂസ് പേപ്പർ വായിക്കാനോ അല്ലെങ്കിൽ ഫയൽ നോക്കാനോ ഇരുന്നിരുന്നു. 9 बजे तक നഹാന ഉസ്കെ ബാദ് നാഷ്ത ഓർ കാം പർ ജാന ഥ. അതായത് 9 മണിയാവുമ്പോൾ കുളിക്കാൻ പോവുകയും അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതിനുശേഷം ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു. ഇങ്ങനെയായിരുന്നു സയാനി ബുവയുടെ വീട്ടിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, സയാനി ബുവ की नाम को लेकर लेखिका क्या कहती है. അതായത് സയാനി ബുവയുടെ ആ പേര് അല്ലെങ്കിൽ ആ ഒരു നാമത്തിനെ കുറിച്ച് ലേഖിക ഇവിടെ എന്താണ് പറയുന്നത്? ലേഖിക यह कहती है कि सयानी बुआ का नाम वास्तव में ही सयानी था या उनके सयानेपन को देखकर ലോഗോനെ ഉനെ യഹ് നാം ദേ ദിയ. അതായത് ലേഖിക ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സയാനി ബുവയുടെ ആ നാമം യഥാർത്ഥത്തിൽ സയാനി ബുവയുടെ സ്വഭാവം കണ്ടിട്ട് ആളുകൾ അല്ലെങ്കിൽ ആ സയാനി ബുവയുടെ മെച്ചോർഡ് ആയിട്ടുള്ള ആ സ്വഭാവം കണ്ടിട്ട് ആളുകൾ അവർക്ക് കൊടുത്തതാണോ എന്നായിരുന്നു ലേഖികയുടെ സംശയം. അതായത് ആളുകൾ അവരുടെ സയാനേപ്പൻ മെച്യൂരിറ്റി കണ്ടിട്ടാണോ ആളുകൾ അവർക്ക് ആ ഒരു നാമം നൽകിയത് എന്നതാണ് ഇവിടെ ലേഖികയെ സംശയം. ഫോർത്ത് ക്വസ്റ്റ്യൻ, സയാനി ബുവ की സ്വഭാവം ബച്പൻ സേഹി കേസേ थे. അതായത് സയാനി ബുവയുടെ സ്വഭാവം ചെറുപ്പത്തിൽ മുതൽ എങ്ങനെയുള്ളതായിരുന്നു? അതിന്റെ ആൻസർ സമയ കി പാവന്തി. അതായത് വളരെ സമയത്തിനോട് വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളായിരുന്നു. അപ്ന സാരാ സാമാൻ സമ്പാൾക്കർ രഖ്തി തി. തന്റെ സ്വന്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെയധികം സൂക്ഷിച്ചിരുന്നു. ഓർ വ്യവസ്ഥ കി കായം തി. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബച്പൻ മേ പെൻസിൽ ഓർ റബ്ബർ കി ഉപയോഗ സയാനി ബുവ കേസെ കർത്തി തി. അതായത് ചെറുപ്പത്തിൽ പെൻസിലും റബ്ബറും എല്ലാം തന്നെ സയാനി ബുവ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ജോ പെൻസിൽ വേ ഏക് ബാർ खरीदती थी उसे वह इतनी छोटी नहीं जाए ताकि वो पकड़ में न आए. അതായത് ഒരു പെൻസിൽ സയാനി ബുവ മേടിച്ചിരുന്നെങ്കിൽ ആ സയാനി ബുവയ്ക്ക് ആ പെൻസിൽ എപ്പോഴാണ് അത് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെറുതാകുന്നത് അത്ര ഉസ്കി പക്കടുമേം ന ആയ അവർക്ക് പിടിക്കാൻ ആ പെൻസിൽ പിടിക്കാൻ കഴിയാതെ വരുന്നത് വരെ അത് ഉപയോഗിച്ചിരുന്നു. ഓർ റബർ ജോ ഉസ്നെ ചൗദി കക്ഷ മേ ഖരീദി ഉസ് 9वीं कक्षा മേ ആക്കർ സമാപ്തിയ. അതായത് 4th സ്റ്റാൻഡേർഡിൽ അവർ വാങ്ങിച്ച റബ്ബർ ഇറേസർ അവര് 9th സ്റ്റാൻഡേർഡ് വരെ ആ റബ്ബർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. 9th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് ആ ഇറേസർ കംപ്ലീറ്റ് ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, സയാനി ബുവ की
एक एक बात कौन ഉദാഹरण के रूप में रखते थे. അതായത് സയാനി ബുവയെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ആരാണ് ഉദാഹരണ രൂപത്തിൽ ഇവിടെ പറഞ്ഞിരുന്നത്? പിതാജി, അതായത് നമ്മുടെ ലേഖികയുടെ അച്ഛനാണ് ഇവിടെ അതെല്ലാം പറഞ്ഞിരുന്നത്. അതായത് അദ്ദേഹം സയാനി ബുവയുടെ ज्येष्ठनाना. 7th क्वेश्चन, സയാനി ബുവ की സയാനെपन की बात सुनकर सब क्या सोचता था? അതായത് സയാനി ബുവയുടെ ഈ ഒരു പക്വതയാർന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും അവരെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്? വേ സുസുരാൾ മേ ഹി രഹെ, അതായത് അവർ തന്റെ ഭർത്തൃ വീട്ടിൽ തന്നെ താമസിക്കട്ടെ എന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. 8th क्वेश्चन, സയാനി ബുവ के पास जाकर पढ़ने के हमारी लेखिका के सामने रखी गई तो उसने क्या किया? അതായത് സയാനി ബുവായുടെ അടുത്തു നിന്ന് പഠിക്കാനുള്ള ആ ഒരു പ്രസ്താവന നമ്മുടെ ലേഖികയുടെ മുന്നിൽ വെച്ചപ്പോൾ ലേഖിക എന്താണ് ചെയ്തത്? ഉസ്നെ സാഫ് ഇൻകാർ കർ ദിയ, ലേഖിക ആദ്യം തന്നെ അത് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. 9th क्वेश्चन, पिताजी ने लेखिका को कैसे സയാനി ബുവ के पास जाकर पढ़ने के लिए राजी कर दिया? അതായത് അച്ഛൻ എങ്ങനെയാണ് ലേഖികയെ സയാനി ബുവയുടെ അടുത്ത് ചെന്ന് നിന്ന് പഠിക്കാനായിട്ട് അവരെ സമ്മതിപ്പിച്ച് എടുത്തത്? അപ്പൊ അതിന്റെ ആൻസർ ആണ് പിതാജി പഠനെ के विषय में बहुत सदकृत थे, उन्होंने उसे समझाकर डांटकर और प्यार दुलार से. അതായത് അച്ഛന് പഠിക്കുക അല്ലെങ്കിൽ പഠനം എന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ കൃത്യനിഷ്ഠയോടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലേഖികയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലേഖികയെ മനസ്സിലാക്കിയും ചെറുതായി വഴക്ക് പറഞ്ഞും സ്നേഹിച്ചുമാണ് സയാനി ബുവയുടെ അടുത്തേക്ക് ആക്കിയത്. 10th क्वेश्चन, സയാനി ബുവ ലേഖിക കോ കേസെ സ്വാഗത് കിയ? സയാനി ബുവ എങ്ങനെയാണ് നമ്മുടെ ലേഖികയെ സ്വാഗതം ചെയ്തത്? എന്റെ ആൻസർ ബഡാ സ്വാഗത് കിയ, വളരെ നല്ലൊരു സ്വാഗതമാണ്, വെൽക്കമിങ് ആണ് നമ്മുടെ ലേഖികയ്ക്ക് കൊടുത്തത്. 11th क्वेश्चन, സ്വാഗത് കർത്തെ സമയ ലേഖിക കാ മൻ മേം ക്യാ തി? അതായത് സ്വാഗതം സ്വീകരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ലേഖികയുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? सयानी बुआ की रौद्र रूप मन पर छाया हुआ था, उसमें उसका वह प्यार तिरोही होगी. അതായത് സയാനി ബുവയുടെ വളരെ രൗദ്രമായൊരു രൂപമായിരുന്നു ആ സമയത്ത് ലേഖികയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കാണിച്ച ആ സ്നേഹമെല്ലാം ആ ഒരു രൗദ്ര രൂപത്തിന് മുന്നിൽ തീരെ അങ്ങ് മങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുവാജയ്ക്ക് പതി കോ ലേഖിക ക്യാ പുകാർത്തി തി? അതായത് ബുവാജിയുടെ ഹസ്ബൻഡിനെ ലേഖിക എന്താണ് വിളിച്ചിരുന്നത്? ബായ്സാബ്, ബായ്സാബ് എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബായ്സാബ് കേസെ വ്യക്തി തെ? ബായ്സാബ് എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു, എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? ബഹുത് ഹി അച്ഛേ സ്വഭാവ കി വ്യക്തി തെ? അദ്ദേഹം വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ലേഖികോ ഉസെ ഘർ മേം കോൺ ബഹുത് അച്ഛി ലഗി? ലേഖികയ്ക്ക് ആ വീട്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടമായത്? അന്നുക്കോ, അതായത് സയാനി ബുവയുടെ മകളായ അന്നുവിനെയാണ് ഏറ്റവും ഇഷ്ടമായത്. അന്നു കി ഉമ്ര കിത്നി തി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അന്നു കി ഉമർ കിത്നി തി? 5 വർഷം. അന്നുവിന് 5 വയസ്സായിരുന്നു പ്രായം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖികോ അന്നു പർ ക്യോം തരസാത്ത ഥ? അതായത് ലേഖികയ്ക്ക് എന്തുകൊണ്ടാണ് അന്നുവിനോട് വളരെ तरस दया തോന്നിയിരുന്നത്? അന്നു ഇസ് നന്നി സി ഉമ്ര മേം പ്രൗഡ് ഹോ ഗയി തി? അന്നു ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് മെച്ചുവേർഡ് ആയിരിക്കുന്നു. ഉസ്കി ചെഹ്റെ മേം നാ ഉല്ലാസ് നാ ചഹചഹാട്ട്, അതായത് അവളുടെ മുഖത്ത് ഒരു സന്തോഷമോ കുട്ടികളുടേതായ കുസൃതിയോ ഒന്നും തന്നെയില്ല. ഏക് അജ്ഞാത് ഭയസെ വഹ് ധീരി രഹി തി? അതായത് എന്തോ ഒരു അജ്ഞാതമായ ഭയം എപ്പോഴും അവളുടെ മനസ്സിലുണ്ടെന്ന് തോന്നുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സയാനി ബുവ കി യഹാം ടെഹർനെ സെ ലേഖിക കാ ക്യാ അസർ പടി? അതായത് സയാനി ബുവായുടെ അടുത്ത് താമസിച്ചുകൊണ്ട് ലേഖിക്ക് ഉണ്ടായ വ്യത്യാസം എന്താണ്? ഉസ്കി ബി സാരി ഹസി ഖുഷി മാരി ഗയി? ലേഖികയുടെ എല്ലാവിധ സന്തോഷവും സന്തോഷവും എല്ലാം തന്നെ ലേഖികയിൽ നിന്നും തന്നെ പോയി
കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുവാജിക്ക് ഗൃഹസ്ഥി ജമേ കിത്തനെ വർഷ ബീതി ചുക്കി തി. അതായത് ബുവാജി വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 15 വർഷം, that is 15 years. बुआ जी के घर के सामान देखकर क्या लगता था? അതായത് ബുവാജിയുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഉസ്കെ घर के सामान देखकर लगता था मानो सब कुछ अभी कल ही खरीदे हो. സയാനി ബുവായുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഇന്നോ ഇന്നലെയോ മേടിച്ചതാണ്, പുതിയതായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്നു കോ ക്യാ ഹുവാ താ? അന്നുവിന് എന്താണ് സംഭവിച്ചത്? ബുവാജിക്ക് അത്യാധിക് സദ്കൃത और खाने पीने के इतने കൺട്രോൾ കെ ബാവജൂദ് അന്നുക്കോ ബുഖാർ ആനെ ലഗി. അതായത് ബുവാജിയുടെ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയുള്ള പാനീയങ്ങൾ കൊടുക്കുന്നതും അതിന്റെ കൺട്രോളും എല്ലാം ഉണ്ടായിട്ട് പോലും അന്നുവിന് എപ്പോഴും പനി വരാൻ തുടങ്ങി, ബുഖാർ വരാൻ തുടങ്ങി, പനി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സയാനി ബുവ സബ് ബർത്തൻ കേസെ സാഫ് കർത്തി തി. സയാനി ബുവ തന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും എങ്ങനെയാണ് ക്ലീൻ ചെയ്തിരുന്നത്? വ സ്വയം ഖടി ഹോക്കർ സബ് ബർത്തൻ നോക്കർ സെ സാഫ് കർത്തി തി. അതായത് അവർ സ്വയം അടുക്കളയിൽ നിന്ന് എല്ലാ പാത്രങ്ങളും തന്നെ തന്റെ ജോലിക്കാരനെ കൊണ്ടാണ് ക്ലീൻ ചെയ്യിച്ചിരുന്നത്. जब एक नौकर ने सुराही तोड़ दी तो സയാനി ബുവ ने क्या किया? ഒരു ദിവസം ഒരു ജോലിക്കാരൻ സയാനി ബുവയുടെ ഒരു ബൗള് അത് പൊട്ടിച്ചപ്പോൾ സയാനി ബുവ എന്താണ് ചെയ്തത്? അതിന്റെ ആൻസർ ആണ് സയാനി ബുവാനെ ഇസ് കസൂർ പർ ഉസെ ബഹുത് പീട്ട. അതായത് സയാനി ബുവ ഈ ഒരു കുറ്റത്തിന് അവനെ അടിക്കുകയാണ് ഉണ്ടായത്. സയാനി ബുവ को क्या सख्त नफरत थे? സയാനി ബുവയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? തോഡ് ഫോഴ്സ്, അതായത് ഒന്നും തന്നെ പൊട്ടിക്കുന്നതോ നശിപ്പിച്ചു കളയുന്നതോ ഒന്നും തന്നെ സയാനി ബുവയ്ക്ക് ഇഷ്ടമില്ല. അന്നു കി ബുഖാർ കേസി തി. അതായത് അന്നുവിന്റെ പനി എങ്ങനെ ഉള്ളതായിരുന്നു? ഉസ്കോ पूरा एक महीना बुखार थे और बार बार बुखार आने लगे. അതായത് ഒരു മാസം മുഴുവനും അന്നുവിന് പനിയായിരുന്നു. അത് മാത്രവുമല്ല വീണ്ടും വീണ്ടും പനി വരികയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്നു കോ ബീമാർ ദേക്കർ ലേഖിക കോ ക്യാ ലഗ്താ താ. അതായത് അന്നുവിനെ സുഖമില്ലാതെ കാണുമ്പോൾ ലേഖികയ്ക്ക് എന്താണ് തോന്നിയിരുന്നത്? ഉസ്കെ ശരീർ മേ ജ്വർ की कीटाणु नहीं बल्कि बुआजी के बाई के कीटाणु दौड़ रहे हैं. അതായത് അന്നുവിന്റെ ശരീരത്തിൽ പനിയുടെ കീടാണു അല്ല, മറിച്ച് ബുവാജിയോടുള്ള ഭയത്തിന്റെ കീടാണുവാണ് അവളുടെ ശരീരം മുഴുവനും ഓടി നടക്കുന്നത് എന്നാണ് ലേഖികയ്ക്ക് തോന്നിയിരുന്നത്. ആഖിർ അന്നു കെ ബാരേമേം ഡോക്ടറോനെ ക്യാ നിർണയ കിയ. അവസാനം അന്നുവിനെ കുറിച്ച് ഡോക്ടേഴ്സിന്റെ നിർണയം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്താണ് തീരുമാനിച്ചത്? बच्ची को पहाड़ पर ले जाए और जितने अधिक प्रसन्न रखा जाए. അതായത് ഈ കുട്ടിയെ മൗണ്ടെയിൻ ഏരിയാസിലേക്ക് കൊണ്ടുപോകാനും അതിനുശേഷം അവിടെ അവൾ എത്രത്തോളം ഹാപ്പി ആകുന്നു അത്രത്തോളം ഹാപ്പി ആയിട്ട് അവിടെ തന്നെ നിർത്താനുമാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. डॉक्टरों की यह राय किसके लिए बहुत बड़ा समस्या थी और क्यों? അതായത് ഡോക്ടേഴ്സിന്റെ ഈ ഒരു അഭിപ്രായം ആർക്കാണ് ഒരു വലിയ ഒരു പ്രോബ്ലം ആയിരുന്നത്? കാരണം എന്താണ്? ബായ് സാബ് കെ ലിയെ, അതായത് ഇതൊരു പ്രോബ്ലം ആയിരുന്നത് ബായ് സാബിനാണ്.
क्योंकि बुआजी की रहते यह സംഭവ नहीं था. കാരണം ബുവാജി അവിടെ ഉള്ളപ്പോൾ ഇതൊന്നും തന്നെ സാധ്യമല്ല. ഉൻകി ഇച്ഛാ കെ സാമനെ കിസി ഓർ കി ഇച്ഛ ചൽ നഹി സക്തി തി. കാരണം ബുവാജിയുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി ആരും പോയിരുന്നില്ല. ആ വീട്ടിൽ ബുവാജി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നടന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്നു കോ പഹാഡ് പർ ജാനെ കെ ലിയെ ക്യാ തയ്യാറി ഹുയി. അതായത് അന്നുവിനെ ആ മൗണ്ടെയിൻ റേഞ്ചസിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, മൗണ്ടെയിൻ ഏരിയാസിലേക്ക് വിശ്രമത്തിന് വേണ്ടി അയക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് റെഡിയാക്കിയിരുന്നത്. പെഹലെ ദോനോക്ക് കപ്പടേക്ക് ലിസ്റ്റ് ബനി. അപ്പൊ അതിന്റെ ആൻസർ ആണ് ആദ്യം തന്നെ രണ്ടുപേരുടെയും വസ്ത്രങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ഫിർ ജൂത്തിയോംക്ക്, അതായത് അതിനുശേഷം ചെരുപ്പുകളുടെ, മോസോംക്ക് ചൂട് വസ്ത്രങ്ങൾ, സോക്സ് മുതലായവയുടെ, ഗരം കപ്പടോംക്ക് വൂളൻ ക്ലോത്ത്സിന്റെ, ഓട്ട്നെ ബീച്ചിനെ കെ സാമാൻക്ക് വിരിക്കാനും മറ്റുമുള്ള വിരിക്കാനും പുതപ്പുകളുടെയും മറ്റും കാര്യങ്ങളും, പിന്നെ ബർത്തനോംക്ക് പിന്നെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനെ കുറിച്ചുമാണ്. ഈ എല്ലാ കാര്യങ്ങളുമാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഇരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹർ സാമാൻ പാക്ക് കർത്തേ സമയം ബുവാജി ക്യാ കർത്തേ थे. അതായത് ഓരോ കാര്യങ്ങളും പാക്ക് ചെയ്യുന്ന സമയത്ത് ബുവാജി എന്താണ് ചെയ്തിരുന്നത്? ബായ് സാബ്കോ സഖ്ത് ഹിദായത്തെ ദേത്തെ थे. ബായ് സാബിന് കർശനമായ നിർദ്ദേശങ്ങൾ ഓരോ കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായി കൊടുത്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്നുക്കോ ക്യാ ക്യാ ഹിദായത്തെ ദേഗി. അതായത് അന്നുവിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ബുവാജി കൊടുത്തിരുന്നത്? വഹ് കിസ് ദിൻ കിസ് സമയ ഖായേഗി കബ് കിത്തിനെ ഘൂമേഗി. അതായത് അവൾ ഒരു ദിവസം എന്തെല്ലാമാണ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്, അതേപോലെ എത്രത്തോളം അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, അതായത് ആ മൗണ്ടെയിൻ ഏരിയാസിൽ പുറത്തേക്ക് അവൾക്ക് എത്രത്തോളം ഇറങ്ങാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കോൻ കോൻ പഹാഡ് കെ, ആരെല്ലാമാണ് അന്നുവിനെയും കൊണ്ട് ആ മൗണ്ടെയിൻ ഏരിയാസിലേക്ക് പോയത്? ബായ് സാബ്, നോക്കർ ഓർ അന്നു. ബായ് സാബും ഒരു ജോലിക്കാരനും അന്നുവും ആണ് അങ്ങോട്ടേക്ക് പോയത്. उस दिन पहली बार लगी कि उनकी भयंकर कठोरता में कहीं कोमलता भी छुपी है. ലേഖിക को ऐसे क्यों लगा. അതായത് അന്നാണ് എനിക്ക് തോന്നിയത്, ആദ്യമായി തോന്നിയത് ഈ ബുവാജിയുടെ ഭയാനകമായ അല്ലെങ്കിൽ ഭയങ്കരമായ ആ ഹൃദയ കഠോരതയിൽ കുറച്ച് കോമളതയും ഒളിച്ചിരിപ്പുണ്ട്. ലേഖികയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്? ബുവാജിനെ അന്നു കോ ഖൂബ് പ്യാർ കിയ. അതായത് ബുവാജി അന്നുവിനെ നന്നായി സ്നേഹിച്ചു. അതായത് അന്ന് ആ മൗണ്ടെയിനിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓർ റോയി ബി, അതേപോലെ ഒരുപാട് കരഞ്ഞു. ഉസ്കി റോന ദേക്കർ ലേഖിക കോ ഏസലക. അവരുടെ ആ കരയുന്ന ആ മുഖം കണ്ടിട്ടാണ് ലേഖികയ്ക്ക് ഇങ്ങനെ തോന്നിയത്. नेक्स्ट क्वेश्चन, पहाड़ जाने के बाद बाई साहब और सायनी बुआ एक दूसरे से कैसे बात करते थे. അതായത് ഈ മൗണ്ടെയിൻ ഏരിയാസിലേക്ക് പോയതിനു ശേഷം ബായ് സാബും സയാനി ബുവയും തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? ദോനം റോസ് പത്രലിത്തേത്തെ. അതായത് രണ്ടുപേരും ആ സമയത്ത് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിരുന്നു. എല്ലാ ദിവസവും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് എഴുതിയിരുന്നു. ബായ് സാബ്ക്ക് പത്രോമേം ക്യാത്തെ. അതായത് ബായ് സാബിന്റെ ലെറ്റേഴ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? അന്നു കി തബിയത്ത് കി സമാചാർ. കൂടുതലും അന്നുവിന്റെ രോഗാവസ്ഥയെക്കുറിച്ചും അവളുടെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിൽ ഉണ്ടായിരുന്നത്. ബുവാജിക്ക് പത്രോമേം ക്യാത്തെ. അതേപോലെ ബുവാജിയുടെ ലെറ്റേഴ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? മൗഖിക് ഹിദായത്തോം കി ലിഖിത് രൂപ. അതായത്
നിർദ്ദേശങ്ങൾ പറയുന്നതിന് പകരം അത് എഴുതിയാണ് വെച്ചിരുന്നത്. സെ ദോഹര ദിയ കർത്തി, അതായത് ഓരോ പ്രാവശ്യവും ഓരോ നിർദ്ദേശങ്ങളാണ് ബുവാജി എഴുതി അയച്ചിരുന്നത്. കരീബ് ഏക് മഹീനയ്ക്ക് ബാദ് ക്യാ ഹുവ, അതായത് ഏകദേശം ഒരു മാസത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ബായ് സാബ് കെ പത്ര നഹി ആയ, അപ്പൊ അതിന്റെ ആൻസർ ആണ് ബായ് സാബിന്റെ ലെറ്റർ വന്നില്ല. 3 दिन तक പത്ര നഹി ആയ, 3 ദിവസത്തോളം ലെറ്റർ വന്നില്ല. ബുവാജി ബഹുത്ത് ചിന്തിത് ഹോഗേ, ബുവാജിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുവാജി സ്വപ്നമേം ക്യാ ദേഖാ, ബുവാജി തന്റെ സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? ഭായ് സാബ് അക്കേലെ ചലെ ആ രഹേ ഹെ, അന്നു സാത്ത് നഹി ഹെ ഓർ ഉൻകി ആംഖേം ലാൽ ഹെ, അതായത് ഭായ് സാബ് ഒറ്റയ്ക്കാണ് വരുന്നത്, അന്നു കൂടെയില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം ചുമന്നിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുവാജി कि उस स्वप्न के बाद क्या हालत थी और लेखिका ने क्या किया, അതായത് ബുവാജിയുടെ ആ ഒരു സ്വപ്നത്തിന് ശേഷം ബുവാജിയുടെ അവസ്ഥ എന്തായിരുന്നു, ലേഖിക എന്താണ് അപ്പോൾ ചെയ്തത്? ബുവാജി ബഹുത് ദുഃഖി थी और लेखिका उन्हें तरह तरह से ആശ്വാസം देती थी पर वह कुछ नहीं सुन रही थी, അതായത് ബുവാജി വളരെയധികം വിഷമത്തിലായിരുന്നു. അതുപോലെ തന്നെ ലേഖിക അവരെ പല വിധത്തിലും ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ ബുവാജി അതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോക്കറിനെ പത്ര ലാക്കർ ദിയാ തോ ബുവാജി ക്യാ കിയ, അതായത് ജോലിക്കാരൻ ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ബുവാജി എന്താണ് ചെയ്തത്? ബഡി വ്യഗ്രത സേ കാംതെ ഹാത്തോം സേ പത്ര കോലി, വളരെ വ്യഗ്രതയോടുകൂടിയും ടെൻഷനോടുകൂടിയും വിറയ്ക്കുന്ന കൈകളാലുമാണ് അവർ ആ ലെറ്റർ തുറന്നത്. ഓർ പഠ്നെ ലഗി, എന്നിട്ട് വായിക്കാൻ തുടങ്ങി. ഓർ പത്ര ഫേങ്കർ സാ സിർ പിടുത്തി ചീക്കർ രോപ്പടി, അതായത് അതുപോലെ തന്നെ ആ ലെറ്റർ വലിച്ച്, അതിനുശേഷം ആ ലെറ്റർ വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ തലയിൽ തന്നെ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, अन्नू सचमुच ही संसार में नहीं है, लेखिका ऐसे ക്യോം സോച്ച, അതായത് അന്നു ശരിക്കും ഈ ഒരു ഭൂമിയിൽ ഇല്ലേ എന്ന് ലേഖിക എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ഭായ് സാബ് കെ പത്ര കോ പഠിക്കർ ബുവാജി സിർ പിട്കർ രോ രഹി തി യഹ് ദേക്കർ, അതായത് ഭായ് സാബിന്റെ ലെറ്റർ വായിച്ചതിന് ശേഷം ബുവാജി തന്റെ തലയിൽ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു. അത് കണ്ടിട്ടാണ് ലേഖിക അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭായ് സാബ് കെ പത്രമേ വഹ് ദുഃഖദാർ സമാജ് ക്യാത്തെ, അതായത് ഭായ് സാബിന്റെ ലെറ്ററിൽ ആ ദുഃഖകരമായ ആ ന്യൂസ് എന്തായിരുന്നു? कि कल 4 बजे 50 रुपए वाले सेट के दोनों प्याले भाई साहब के हाथों से गिरकर ടുഡേ, അതായത് ആ ഒരു ലെറ്ററിലുണ്ടായിരുന്ന ദുഃഖകരമായ വാർത്ത ഇതായിരുന്നു. ഇന്നലെ 4 മണിക്ക് 50 രൂപയുള്ള ആ ഒരു ടീ സെറ്റിൽ നിന്നും 2 കപ്പ് പ്യാലെ 2 കപ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിപ്പോയിരുന്നു. അതാണ് ആ ദുഃഖവാർത്ത. പത്ര കെ അന്ത് മേം ഭായ് സാബ് അന്നു കെ ബാരെ മേം ക്യാ കഹ, അതായത് ആ ലെറ്ററിന്റെ അവസാനം ഭായ് സാബ് അന്നുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അന്നു അച്ചി ഹെ ഓർ ഹം ശീഘ്ര രവാന ഹോനെ വാലാ ഹെ, അതായത് അന്നു വളരെ നന്നായിരിക്കുന്നു, അവളുടെ ആരോഗ്യാവസ്ഥയൊന്നും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരും എന്നാണ് എഴുതിയിരുന്നത്. ലേഖിക ക്യോം ഹത്ബുദ്ധി സീഖടിത്തി, ലേഖിക എന്തുകൊണ്ടാണ് കുറച്ചു നേരം ബുദ്ധിശൂന്യയെ പോലെ നിന്നിരുന്നത്? ക്യോംകി ഉन्हें समझ में आया कि अन्नू ठीक है और बात यह है कि 2 प्याले ही टूटा है, അതായത് ലേഖികയ്ക്ക് മനസ്സിലായിരുന്നു അന്നുവിന് കുഴപ്പമൊന്നുമില്ല എന്നും. കാര്യം എന്താന്ന് വെച്ചാൽ 2 കപ്പ് താഴെ വീണ് പൊട്ടി, അതാണ് ആ ലെറ്റർ വായിച്ചപ്പോൾ അതിലെ കാര്യമെന്നും ലേഖികയ്ക്ക് മനസ്സിലായി.
ബുവാജി ക്യോം രോത്തെ രോത്തെ ഹസ് പടേ. ബുവാജി എന്തുകൊണ്ടാണ് കരഞ്ഞ് കരഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയത്? ക്യോം കി ലേഖിക നെ ഉസെ അവഗത് കിയാ കി അന്നു ബിൽക്കുൽ ടീക് ഹെ. കാരണം ലേഖിക ബുവാജിയെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു അന്നു കുഴപ്പമൊന്നുമില്ല, അന്നു കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയും ഓർ ബാത് യഹി കി ദോ പ്യാലേ ടൂട്ടി. പിന്നെ ആ ലെറ്ററിന്റെ കാരണം വൈകാനുള്ള കാരണവും 2 കപ്പ് പൊട്ടിയതാണ് കാരണം എന്നും പറഞ്ഞു മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുവാജി 50 रुपये वाले सेट के प्याले टूट जाने पर भी क्यों ഹസ് രഹി थी. അതായത് ബുവാജി തന്റെ 50 രൂപ ഉള്ള ടീ സെറ്റിൽ നിന്നും 2 കപ്പ് പൊട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം? ഉസ്കോ പതാ ചലാക്കി അന്നു ടീക് ഹെ ഓർ ശീഘ്ര വാപസ് ആനെ വാല ഹെ. അവർക്ക് കാരണം ബുവാജിക്ക് മനസ്സിലായി അന്നുവിന് കുഴപ്പമൊന്നുമില്ലെന്നും വളരെ വേഗം തിരിച്ചു വരുമെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് മനോവിനെ സ്വർഗ കി നിധി നൽകി. അത് കേട്ടപ്പോൾ തന്നെ അന്നുവിന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് എന്തോ സ്വർഗത്തിൽ നിന്നും ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഹ് കഥ കിസ്നെ ലിഖി ഹെ. ഈ കഥ ആരാണ് എഴുതിയത്? മന്നു ഭണ്ഡാരി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആപ്കി റായ്മേ സയാനി ബുവാക്കി സ്വഭാവ കേസേ ഹെ. അതായത് സ്വഭാവ ചിത്രണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് താങ്കളുടെ അഭിപ്രായത്തിൽ സയാനി ബുവയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? സയാനി ബുവ ഗർക്കി സബ്സെ വ്യവസ്ഥിത സദസ്യ തി. അതായത് സയാനി ബുവ എന്ന് പറയുന്നത് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വ്യവസ്ഥകളുള്ള ഒരു വ്യക്തിയാണ്. ഉൻകെ ഘർ മേം സബ് കുച്ച് സമയം മേം ഓർ നിയം കി അനുസാർ ചലത്തെ थे. അവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിലും അവരുടെ ആ നിയമത്തിനനുസരിച്ചുമാണ് പോയിരുന്നത്. ഉസ്കെ ഘർ മേം സബ് കുച്ച് ഉസ്കെ ഫൈസലെ യാ ഇച്ഛ കെ അനുസാർ ചലता था. അവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഭലെ ഹി വഹ് സഖ്ത് है अंदर से वह एक बहुत ही വിചാരശീൽ ഓർ സ്നേഹി മാ ഓർ പത്നി ഹെ. അതായത് പുറത്തു നിന്ന് കാണുമ്പോൾ അവരെ വളരെ ടഫായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ നിന്നും അവർ വളരെ ഒരു തോട്ട്ഫുള്ളും അതേപോലെ വളരെ കൺസിഡറിങ്ങും സ്നേഹവുമുള്ള ഒരു അമ്മയും ഭാര്യയുമാണ്. सयानी बुआ के स्वभाव में हम यह भी देख सकते हैं कि वह अपने परिवार से बहुत प्यार करते हैं. അതായത് സയാനി ബുവയുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യവും കാണാൻ പറ്റും. അവർ തന്റെ കുടുംബത്തിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഓർ വഹ് ഹമേഷ ഉന്നെ പ്രഥം സ്ഥാൻ ദേത്തി തി. അതുപോലെ തന്നെ തന്റെ ഫാമിലി മെമ്പേഴ്സിനുമാണ് അവർ പ്രഥമ സ്ഥാനം നൽകിയിരുന്നത്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.